ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വല്ല വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പായസം, സേമിയ പായസമാണല്ലേ. അപ്പോൾ നമുക്കിതാ ഒരു ചെറിയൊരു വിശേഷം ഇന്ന് ഞങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ ഇക്കാടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇക്കാടെ ബർത്ത്ഡേ അനുബന്ധിച്ചിട്ട് ഇന്ന് ഞാനൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി പെട്ടെന്ന് ഇത് മുന്തിരി കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. അതായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അത് ഞാൻ കോരി വയ്ക്കുകയാണ്. പിന്നെ ഈ നെയ്യിലേക്ക് നമുക്ക് ഇനി സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്ത സേമിയ ആണെങ്കിൽ വറുക്കണ്ട, വറുത്തതാണെങ്കിൽ വറുക്കാം. നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിതാ 10ന്റെ ഒരു പാക്കറ്റ് സേമിയയുടെ ആണ് മേടിച്ചിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ കുറച്ച് പേരുള്ളൂ, അപ്പോൾ അവർക്കുള്ളത് മതിയല്ലോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് വെച്ചിട്ട് നന്നായി വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി സേമിയ വേവുന്ന വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മളിത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ.
തിളക്കണ വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് നമ്മുടെ സേമിയ വേവിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടേ തന്നെ ഇരിക്കണം കേട്ടോ. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സേമിയയിൽ പാട കെട്ടും. അപ്പോൾ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇത് തിളച്ചതിന് ശേഷം ഒരു 7 മിനിറ്റോളം നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തതും അതേപോലെ തന്നെ മുന്തിരി വറുത്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്യാസ് ഓഫാക്കി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.